മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 12-ാം തീയതി തിങ്കളാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, പഞ്ചാബ് FC തന്നെയാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയുമായുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ദിമിയുടെ പെനാൽറ്റി ഗോളിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു ഏക ഗോളിന്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലാണ് മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനാണ് കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇതിൽ ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവാൻ ആസാന്റെ സ്ഥിരം ഫോർമേഷനായ 4-4-2 എന്നൊരു ഫോർമേഷനുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഡിഫൻസിൽ 2 സെൻട്രൽ ബാക്കുകളിലായിക്കൊണ്ട് മിലോസും അതുപോലെ തന്നെ ലെസ്കോവിക്കും ഉണ്ടാകും. റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും ഉണ്ടാകും. മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്കു മാറിക്കൊണ്ട് വിപിൻ മോഹനനും അതുപോലെ തന്നെ ജീക്സൺ സിംഗും ആദ്യ 11-ൽ ഉണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത്. ഇനി 2 വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ചെർണിച്ചും ഐമനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഗോളടിക്കാനായിക്കൊണ്ട് ദിമിത്രോസിനോടൊപ്പം KP രാഹുലും ഉണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.